അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ഇറാനുമായി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ പഴയ മെറൈൻ കോർപ്സിന്റെ ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ സ്കോട്ട് റിട്ടർ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ സംസാരം മയാദീൻ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇറാനുമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ യഥാർത്ഥത്തിൽ യുദ്ധമില്ലാതിരിക്കാൻ, ചർച്ചകളിലൂടെ പരിഹരിക്കാനല്ല, അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ സമയം ലഭിക്കാൻ വേണ്ടിയാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തിരിച്ചടി, ആയിരക്കണക്കിന് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കും. ആ തിരിച്ചടി താങ്ങാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനില്ല. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ തന്നെ ഇസ്രയേലിന് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇറാൻ പറയുന്നത് ഒരു വലിയ യുദ്ധമായിരിക്കും, പെട്ടെന്ന് അവസാനിപ്പിക്കുകയില്ല എന്നാണ്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രയേലിന് നേരെ ഇറാനിൽ നിന്ന് വരുമ്പോൾ അതിന്റെ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് സഹിക്കുവാനോ ഇസ്രയേലിന് ഒരിക്കലും ശേഷിയില്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനത്തെ യുദ്ധവും ലിമിറ്റഡ് യുദ്ധവും ആയിരിക്കണം. പക്ഷെ ഇപ്പോൾ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ, യുദ്ധം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഈ ദുരന്തമായിരിക്കും ഇസ്രയേലിന് ഉണ്ടാവുക. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റഡ് അറ്റാക്കിലൂടെ ഇറാനുമായിട്ടുള്ള ഈ ആക്രമണം അവസാനിക്കണം. ആ ആക്രമണത്തോടു കൂടെ ഇറാനിലെ ഈ ഭരണം തകർന്നു പോവുകയും വേണം. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ അതിനുള്ള അവസരം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ചകളെ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം അൽ-മയാദീൻ ചാനൽ പറയുന്നത്. ഇർസാലു ഹാമിലാത്തി ത്വായിറാത്ത് ലാ യതിമു ഇല്ലാ ലിതൻഫീദി അമലിയാത്തിൻ മുഹദ്ദദ, നിശ്ചിതമായ പരിമിതമായ ചില ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നത്. അതേ സമയത്ത് വൽ മുഫാവദാതു ഹിയ ഫുർസത്തുൽ ലിശിറാഇൽ വഖ്തി മിൻ അജ്ലി ഇസ്ഖാത്തി നിസാം ഫി ഇറാൻ, ഇറാനിലെ ഭരണകൂടത്തിനെ താഴെ ഇറക്കാൻ വേണ്ടി കൂടുതൽ സമയം ലഭിക്കാനാണ് ഈ ഒരു അവസരം, ഈ ചർച്ചയുടെ സമയം അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നത്. കാരണം ഇറാനിൽ അമേരിക്ക ഉദ്ദേശിച്ച പോലെ അവിടുത്തെ നേതൃത്വത്തെ ആക്രമിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു പരിമിതമായ ആക്രമണത്തിലൂടെ ഇത് അവസാനിക്കണം. വെനിസ്വേലയിൽ ഉണ്ടായ പോലുള്ള ഒരു ആക്രമണത്തിലൂടെ ഇത് തീർന്നു പോകണം. നീണ്ടു നിൽക്കുന്ന യുദ്ധം അത് അമേരിക്കക്കും ഇസ്രയേലിനും ദുരന്തമേ സമ്മാനിക്കൂ. കാരണം ഇസ്രയേൽ എന്നത് മാത്രമല്ല, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ താല്പര്യങ്ങളും ഇറാൻ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ദുരന്തം അമേരിക്കക്കും ഇസ്രയേലിനും വരുത്തി വെക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകരുത്. ഈ ഭരണകൂടത്തെ വളരെ പെട്ടെന്ന് താഴെ ഇറക്കുന്ന ഒരൊറ്റ ആക്രമണത്തിലൂടെ അത് അവസാനിക്കണം. അതിനുവേണ്ടി തക്കം പാർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ മെറൈൻ കോർപ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ സ്കോട്ട് റിട്ടർ ഇപ്പോൾ പറയുന്നത്. ഇവിടെ നമുക്കറിയാം, വെനിസ്വേലയിൽ അമേരിക്ക വിമാനവാഹിനി കപ്പലുകളും അതുപോലെ സർവ്വ സംവിധാനങ്ങളുമായി വെനിസ്വേലയുടെ തീരപ്രദേശത്ത് ദിവസങ്ങളോളം അവരുണ്ടായിരുന്നു. അത്രയും ദിവസം ഉണ്ടായിരുന്നതെല്ലാം അവസരം കാത്തു നിൽക്കുകയായിരുന്നു. വെനിസ്വേലൻ പ്രസിഡന്റിനെ പൊക്കാനുള്ള സാഹചര്യം ഒത്തുകിട്ടാൻ വേണ്ടിയായിരുന്നു അമേരിക്ക അത്രയും സമയം അവിടെ നിന്നത് എന്നാണ് പിന്നീട് വരുന്ന റിപ്പോർട്ട്. മാത്രമല്ല, ട്രംപ് ആക്രമിക്കാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ സൈനികർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ സൈനികർ അതിന് അനുയോജ്യമായ, ട്രംപ് പറഞ്ഞ രീതിയിലുള്ള ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. ആ സാഹചര്യം ലഭിച്ചപ്പോഴാണ് അവിടുത്തെ പ്രസിഡന്റിനെ പൊക്കി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിന് സമാനമായൊരു നീക്കം ഇറാനിൽ നടത്തണം. ഖാംനയെ പൊക്കുക എന്നല്ലെങ്കിൽ ഖാംനയെ വധിക്കുക, അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാം വധിച്ചുകൊണ്ട് സൈനിക നീക്കങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്തംഭിച്ച് അവിടെ ഒരു പുതിയ ഭരണം ഉണ്ടാകുന്ന ഒരു രീതിയാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പക്ഷെ അത് ഇറാനിൽ എത്രമാത്രം സാധ്യമാകുമെന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇറാൻ മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ ചൈനയും റഷ്യയും പൂർണ്ണ സപ്പോർട്ട് ഇറാന് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് അമേരിക്കക്ക് സാധിക്കാത്തതിന് കാരണം അമേരിക്ക ഒരു വൻ ശക്തിയാണെങ്കിലും അമേരിക്കയുടെ അടുത്തുള്ള പുതിയ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർ സംവിധാനങ്ങൾ, ഇതെല്ലാം ചൈനയും റഷ്യയും ഇറാന് നൽകുമ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഉണ്ടാവുകയാണ്. അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ ഒരു കൃത്യമായ ഒരു ബാലൻസ് ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് തന്നെ
ഇറാനെ പെട്ടെന്ന് ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് അത് ഏത് രീതിയിലുള്ള ആക്രമണങ്ങളാണെങ്കിലും വലിയ പ്രയാസമുണ്ടാകും.